ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അത് പിന്നെ ഇപ്പൊ പൊളിച്ച് മാറ്റുക അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത് അസെറ്റ് ആയിരിക്കും. ഒരു ബിൽഡിംഗുമ്മയ്ക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു അസെറ്റ് ആയിട്ട് നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഇതുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ ഒരു പ്ലസ് ആണ്. ഹായ്, വോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വിശേഷങ്ങളാണ്. അതിലിപ്പോ നമ്മുടെ ചാനലിൽ ഇത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന പോലെ തന്നെ പോറോത്തോം ബ്രിക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പോറോത്തോമിന്റെ HP ബ്രിക്കാണ് ഈ ഒരു 30,000 സ്ക്വയർ ഫീറ്റ്സിന് മുകളില് വിസ്തീർണമുള്ള ഈ ഒരു കെട്ടിടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കുന്നംകുളത്തുള്ളതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോയൽസ് തരകൻ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ പണിയാട്ടോ. ഫുള്ളൊരു ജ്വല്ലറി ഷോറൂമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണില്ല, അവിടെ ജാളികളാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നത് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. ക്ലേ ജാളീസ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവർ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇതിന്റെ ഫിനിഷിങ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, ജസ്റ്റ് ഇങ്ങനെ നോക്കാം. നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പ്രീഫാബ് ബിൽഡിങ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ കുറെ ബിൽഡിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ആദ്യം സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ട് പിന്നെ HP ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തേക്കാണ്. ഇത് പോറോത്തോമിന്റെ ഈ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ ഇടനിർത്തണം. ഇതിൽ തേക്കണൊന്നും ചെയ്യണില്ല അവര്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഈ സ്റ്റീൽ സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരുള്ള ഒരു ടീമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതൊക്കെ ക്ലേ ജാളീസ് ആട്ടോ. ഇത് ഇപ്പൊ ക്ലേ ജാളിയിൽ തന്നെ പലതരം പല ബ്രാൻഡൊക്കെ വരുന്നുണ്ട്. ഇത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൽ കുറച്ച് കണ്ടോ ഫിനിഷിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ ക്ലേ ജാളീസിന് ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ ഇന്റീരിയറിലൊക്കെ വെക്കുകയാണെങ്കിലും നമ്മുടെ വീടിനുള്ള റൂമിൻ്റെ ഉള്ളോ എവിടെ വേണമെങ്കിൽ വെച്ചാലും നല്ല ഭംഗി, അത്രയും ഫിനിഷ്ഡ് ആയിട്ട് കിട്ടും. നല്ല കളറുമാണ്, നല്ല ലെവലായിട്ട് പണിതാ നല്ല ഭംഗിയിലിരിക്കും ഈ ക്ലേ ജാളി. അപ്പൊ അതും ഒരു മെജോറിറ്റി അതിന്റെ പുറത്ത് എലിവേഷന്റെ ഭാഗമായിട്ട് ഒരു ഭംഗിക്ക് കുറെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മളുടെ കട്ട. HP ബ്രിക്കാണ് 8 ഇഞ്ചിന്റെ. ഇതിപ്പോ പില്ലറിലായത് കൊണ്ട് നമുക്ക് VP ബ്രിക്കിന്റെ ആവശ്യമില്ല. HP ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. 8 ഇഞ്ചിന്റെ ബ്രിക്കാട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് പോറോത്തോം ബ്രിക്ക് കാണണേന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പതാ ഇതിനകത്ത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പോറോത്തോം HP 200 എന്നുള്ളത് അതിന്റെ ഡയമെൻഷൻ ആണ്. അതായത് 8 ഇഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഇതിന്റെ മാനുഫാക്ചറിങ് 7/8/23 ഉണ്ടാക്കിയ കട്ടയാണ്. പിന്നെ വീനബർഗന്റെ ലോഗോ ഉണ്ടാവും. ഇതിങ്ങനെ ഈ ടോപ്പ് എഴുതിയേക്കണത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാ പണിയാ. ഇത് പുറത്തേക്ക് കാണില്ല. ഇതിപ്പോ എക്സ്പോസ്ഡ് ചുമരാകുമ്പോ ഇതൊക്കെ പുറത്തേക്ക് കണ്ട വൃത്തികേടാവില്ലേ. അപ്പൊ ഇത് നമ്മള് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് പണിയാ. ഈ ടോപ്പ് എഴുതിയ പോഷൻ മുകളിലേക്ക് വരണം. അപ്പൊ ഇതിന്റെ ചുമരുകൾ ഈ ഫിനിഷിങ്ങിൽ ഇങ്ങനെ വരും. ഇതാണ് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് പണിയാ. വീനബർഗർ എന്നുള്ളത് ഒരു 205 വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പൊ ഒരു യൂറോപ്യൻ കമ്പനിയുടെ നമ്മൾക്കിപ്പോ കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിങ്സിന് ഇത്രയും പ്രൊഡക്റ്റ് ക്വാളിറ്റിയോടെ ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീല് വരുന്നുണ്ടാവും. ഒരു അത്രയും ക്ലേ കൊണ്ടാണ്, കംപ്ലീറ്റ്ലി ക്ലേ ആണ്. നമ്മളുടെ ഇവിടത്തെ ഇങ്ങനെ മണ്ണു മിക്സിങ്ങോ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇതിൽ ഫുള്ളി ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ ഉണ്ടാക്കി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ചൂട് കുറവായിരിക്കും. അതാണ് ഞാൻ ഈ ക്വാളിറ്റി മെയിൻ ആയിട്ട് പറയുന്നത്. ചൂട് കുറവായിരിക്കും, ഉറപ്പ് കൂടുതലായിരിക്കും. ഇതില് HP ബ്രിക്കാണ് ഇപ്പൊ ഇതിൽ ഉപയോഗിക്കുന്നത്. VP ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ ചെങ്കലിനേക്കാളും വെട്ടുകല്ലിനേക്കാളും ഉറപ്പ് വരും. അതിന് 12 ന്യൂട്ടൺ 10 ന്യൂട്ടന് മുകളിൽ നമുക്ക് VP ബ്രിക്കിന് സ്ട്രെങ്ത് വരും. ഇപ്പൊ ഇവിടെ ഒരു ചുമര് ഇവരിങ്ങനെ ക്ലിയർ കോട്ട് പെയിന്റ് ചെയ്തിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ വരണ പോർഷനിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതൊരു ഭംഗിയുടെ ഭാഗമായിട്ട് അവരിങ്ങനെ ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ പോർഷൻ. നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ വീട് പണികളുടെ ഒക്കെ വീഡിയോസ് ആണ്. പക്ഷെ ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ സ്ട്രക്ചേഴ്സ് ഒരുപാട് പോറോത്തോം ബ്രിക്കിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇത് HP ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമുക്ക് എളുപ്പം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ഉണ്ടല്ലോ ബോൾഗാട്ടിയിലുള്ളത്, അത് കംപ്ലീറ്റ്ലി ഈ ബ്രിക്ക് കൊണ്ട് പണിതിട്ടുള്ളതാണ്. പോറോത്തോം വീനബർഗറിന്റെ പോറോത്തോം ബ്രിക്ക് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോ വീടുകൾ എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ബിൽഡിങ്ങുകളിലേക്കും പോറോത്തോം ധാരാളമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയണത്. കണ്ടില്ലേ, ജാളീസ് ഉപയോഗിച്ചിട്ട് നല്ല ഡിസൈൻ ആയിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആണ് അതിന്റെ ഒരു സ്ട്രക്ചർ ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് ഈ ജ്വല്ലറിയുടെ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ വലിപ്പമായി.
അപ്പൊ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ എല്ലാ ചുമരുകളും പോറോത്തും ബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ AC-യുടെ കൺസംഷൻ ഒക്കെ അത്രയും കുറവ് മതി. കാരണം അത്രയും തെർമൽ ഇൻസുലേഷൻ ആണല്ലോ. നമ്മുടെ കട്ടയുടെ ഒരു പ്രത്യേകത അതാണ്, തെർമൽ ഇൻസുലേഷൻ ആണ്. അപ്പൊ ചൂട് അത്രയും കുറവായതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ അത് ഒരു സിമെന്റ് കട്ടയായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 7 ഡിഗ്രിയുടെ വ്യത്യാസം നമുക്ക് ഈ ബ്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഷോറൂമിന്റെ ഇന്റീരിയറിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്വല്ലറിയുടെ ഉൾവശത്തെ പണിയുടെ ബിഗിനിങ് ആണ്. ഇപ്പോ ഒരുപാട് ഇതുപോലത്തെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പെട്ടെന്ന് ഫാസ്റ്റർ കൺസ്ട്രക്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ എന്താ പറയാ, ഇതിപ്പോ നമ്മൾ ഡിസ്മാൻഡലിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസബിൾ ആണ്. നമുക്കത് നശിച്ചു പോവാ, അങ്ങനെ വേസ്റ്റ് ആയി പോവല്ല, നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീടൊക്കെ പണിത് കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ പൈസ അത് കുറയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഫുള്ളി സ്റ്റീലായത് കാരണം കൊണ്ട് ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അത് പിന്നെ ഇപ്പൊ പൊളിച്ച് മാറ്റുക അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ പോലും നമുക്കത് അസെറ്റ് ആയിരിക്കും. ഒരു ബിൽഡിങ്ങുമ്മയ്ക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു അസെറ്റ് ആയിട്ട് നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഇതുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ ഒരു പ്ലസ് ആണ് ഇങ്ങനത്തെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ. ഇതിന്റെ മേൽക്കൂരകൾ ഇങ്ങനെയാട്ടോ വരിക. സ്റ്റീൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഡെക്ക് ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെയാണ് ഈ സ്റ്റീൽ സ്ട്രക്ചറിൽ അതിന്റെ ഫ്ലോറ് റൂഫൊക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ സീലിംഗ്, ഒരു ഫോൾ സീലിംഗ് ചെയ്തിട്ട് അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിലെല്ലാം നമുക്ക് താല്പര്യമുള്ള എന്ത് ഫിനിഷിങ്ങിലാണെങ്കിൽ അത് ഭംഗിയിൽ നിൽക്കും ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആട്ടോ. ചൂട് കുറയും എന്നുള്ളത് പറയുന്നതിനേക്കാളും ഇപ്പൊ ഇവിടെ കുറച്ച് സിമെന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേ ഒരു ഇതിൽ തന്നെയാണ് അവിടെ ചുമരും നിൽക്കുന്നത്. അപ്പോ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം നോക്കാം, ഇതിലും അതിലും എത്രയാ വ്യത്യാസം എന്നുള്ളത് നോക്കാം. സിമന്റ് കട്ടയിൽ നോക്കിയപ്പോൾ 37 ഡിഗ്രിയാണ് കിട്ടിയത്. അതേപോലെ പോറോത്തും ബ്രിക്കിൽ നോക്കിയപ്പോൾ 32. കണ്ടില്ലേ, ഒരു 5 ഡിഗ്രി ഡിഫറൻസ് ആണ് ഇവിടെ കാണാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ബിൽഡിങ്ങുകളിലേക്ക് പോറോത്തും ബ്രിക്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഇനി പോറോത്തും ബ്രിക്സ് തന്നെയല്ല, നിങ്ങളൊരു വീട് പണിയാ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചുമരുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങൾ അറിയാൻ, ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.